ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളതേ തമിഴ്നാട്ടിലെ മധുരയിലാണ്. മധുരയിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യമായി പോയത് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ചർച്ചിലാണ്. 150 വർഷം പഴക്കമുള്ള ഒരു റോമൻ കാത്തലിക് ചർച്ചാണ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ചർച്ച്. പള്ളിയുടെ മുൻഭാഗത്ത് കാണുന്നത് 2 ഇരട്ട ഗോപുരങ്ങളാണ്. 42 മീറ്റർ ഉയരമുള്ള ഇരട്ട ഗോപുരങ്ങൾ. ഈ കാണുന്നതാണ് പള്ളിയുടെ അൾത്താര. അതിമനോഹരമായ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അൾത്താരയാണിത്. അൾത്താരയുടെ ഉൾഭാഗം ഇങ്ങനെയാണ്. പള്ളിയുടെ ഉള്ളിൽ നിറച്ച് തൂണുകളാണ്. കണ്ടോ പള്ളിയുടെ ഉൾഭാഗം. ഏകദേശം 150 വർഷം പഴക്കമുള്ള ഒരു കത്തീഡ്രൽ പള്ളിയാണിത്. ഇതാണ് പള്ളിയുടെ ഉള്ളിലത്തെ ആ നീളം. ഇത് പള്ളിയുടെ ഉള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയ രൂപമാണ്. ധാരാളം തൂണുകൾ ഈ പള്ളിക്കകത്തുണ്ട്. നിറച്ചും ചാരുബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഉണ്ടോ, പള്ളിക്ക് നല്ല നീളമാണ്. പൂർണ്ണമായിട്ടും പുരാതനമായിട്ടുള്ള ആ ഒരു ശൈലിയിൽ തന്നെയാണ് ഈ പള്ളിയുടെ നിർമ്മാണം വന്നിരിക്കുന്നത്. മധുരയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും എടുത്തു പറയേണ്ട കാര്യം ഈ പള്ളിയുടെ അകത്തിൽ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. വളരെ ഭംഗിയായ രീതിയിൽ അന്നത്തെ കാലത്തെ ആ ഒരു കരവിരുതാണ് ഈ കാണുന്നതെല്ലാം. ഈ കാണുന്നത് സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു പള്ളിയാണ്. ഞാൻ അവിടെ നിന്നും നേരെ പോയത് മധുരയിൽ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് തിരുമല നായ്ക്കാർ മഹൽ. 17-ാം നൂറ്റാണ്ടിലാണ് ഈ മഹൽ നിർമ്മിച്ചത്. മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാറിയാണ് ഈ മഹൽ വരുന്നത്. നമ്മളൊക്കെ മധുര കാണാൻ പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കൂടെ തന്നെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ തിരുമല നായ്ക്കാർ മഹൽ. നോക്കിയേ, ഇതിൻ്റെ തൂണുകൾ കണ്ടോ? ഇതിനകത്തെ ധാരാളം തൂണുകൾ നിർമ്മിതമായിരിക്കുന്നതാണിത്. തൂണിലാണ് ഇതിൻ്റെ മുകൾ ഭാഗം എല്ലാം പോയിരിക്കുന്നത്. വളരെ നല്ല ഭംഗിയാണ് കാണുവാൻ എല്ലായിടവും. ഈ കാണുന്ന ഈ ഫ്രണ്ട് ഏരിയയും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഇതിനുള്ളൂ. ഉള്ളിലേക്ക് അങ്ങ് നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഈ കാണുന്നതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ആകർഷണം. ഇതിൻ്റെ അകത്ത് തന്നെ സന്ധ്യയ്ക്ക് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം എന്തൊക്കെയോ പണി നടക്കുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അത് നടത്താൻ സാധിക്കുന്നില്ല. ഈ കാണുന്നതാണ് ഇവിടുത്തെ രാജാവിൻ്റെ ആ ഒരു സിംഹാസനം. ഇതിൻ്റെ ടോപ്പൊക്കെയാണ് കാണുന്നത്. മുകൾ ഭാഗമൊക്കെ വളരെ നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൊട്ടാരമാണിത്. നമ്മളത് കണ്ടെന്നാൽ നമുക്ക് അവിടെ നിന്ന് പോരുവാൻ തോന്നുന്നില്ല. നമുക്കത് അത്രയ്ക്കും മനസ്സുകൊണ്ട് ഒരു ഫീലാണ്, നമുക്ക് നല്ലൊരു ഫീലാണ് ഉണ്ടാകുന്നത്. നമ്മൾ ട്രെയിനിനൊക്കെ പോയെന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ തിരുമല നായ്ക്കർ മഹലിലേക്കുള്ളൂ. ഇത് റോഡ് സൈഡിൽ തന്നെയാണിത്. മെയിൻ റോഡിൽ, അതായത് നമ്മുടെ ബസ്സൊക്കെ ഓടുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ മഹൽ വരുന്നത്. ഓക്കെ, എന്തെല്ലാം നിർമ്മാണമാകുന്നു. കൃത്യം അളവിൽ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ഒരു
തൂണുകളാണിതെല്ലാം. നോക്കിയേ, ഇങ്ങോട്ട് പോയാലും തൂണുകൾ മാത്രമേ ഉള്ളൂ. നല്ല ഒരു തണുപ്പും നല്ലൊരു സുഖമാണ് ഇതിനകത്ത് കയറിയെന്നാൽ, എത്ര ചൂടുകാലമാണെങ്കിലും. ഇതിൻ്റെ മുകൾ സെൻറ്ററിലുള്ള ആ ഒരു കാഴ്ചയാണ് മുകൾ ഭാഗം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ മധുരയിലൊക്കെ ഒന്ന് പോകണം. മധുരയിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് പുരാതന കാലത്തെയും അന്നത്തെ ജനങ്ങളുടെ ആ ജീവിത രീതിയും അന്നത്തെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം തന്നെയാണ് നമുക്ക് ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിലും ചെന്നാൽ നമുക്ക് കരിങ്കല്ലിൽ പണിത ആ ഇതുപോലെ തൂണുകളും ആ ഒരു അമ്പലവും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്ന് പേരോ 4 പേരോ വട്ടം നിന്ന് പിടിച്ചെന്നാൽ എത്താത്ത രീതിയിലുള്ള തൂണുകളാണ് ഇതെല്ലാം. ഈ തൂണിൻ്റെ മുകളിലാണ് ഈ മഹലിൻ്റെ മുകൾ ഭാഗം വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ തിരുമല നായ്ക്കാർ മഹലിൻ്റെ കാഴ്ചകൾ. ഇനി ഞാൻ അടുത്തത് പോയത് മധുര പട്ടണത്തിൻ്റെ കാഴ്ചകളിലേക്കാണ്. ഞാനൊരു ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ ആ ഓട്ടോറിക്ഷയിൽ ഇരുന്നു കൊണ്ട് കണ്ട കുറച്ച് കാഴ്ചകൾ, റോഡിൻ്റെ 2 സൈഡിലുമായിട്ടുള്ള കുറേ കാഴ്ചകൾ. കാര്യം ഇതൊരു രാവിലെ സമയമാണ്, ഒരു 11 മണി സമയമാകുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ചില കടകളൊക്കെ തുറന്നു വരുന്ന സമയം തന്നെയാണ്. എന്നാലും ആ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉള്ള കുറേ കാഴ്ചകൾ. ഞാൻ ഇതുവഴി പോയത് നേരെ മധുര മീനാക്ഷി അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് തന്നെയാണ്. ഞാൻ അതിൻ്റെ സൈഡിലാണ് ഇവിടെ റൂം എടുത്തത്. അപ്പോൾ ആ റൂമിലേക്ക് പോകാൻ വേണ്ടി പോയതും ആ കൂട്ടത്തിൽ ഈ കാഴ്ചകളും എല്ലാം തന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഈ മധുരയിലെത്തിയത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെ റൂം കിട്ടുവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. കാര്യം റൂമിലൊന്നും ആരുമില്ല, പക്ഷേ നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു റൂം, അത് ടോയ്ലറ്റ് ഉൾപ്പെടെ ഉള്ളതാണ് ഞാൻ പറയുന്നത്, കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മളോട് അവർ പൈസ മേടിക്കും. 1000 രൂപ, 1300 രൂപ, 1500 രൂപയൊക്കെയാണ് നോൺ എ സി റൂമിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ നമുക്ക് നല്ല റൂം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്യാതെ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം മാത്രം പൈസ കൊടുത്ത് റൂം എടുക്കുക. അതായിരിക്കും നല്ലത്. ഈ കാണുന്നതാണ് മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. ഈ ക്ഷേത്രത്തിന് 4 വശങ്ങളാണുള്ളത്. ഈ കാണുന്നതാണ് ജെയിൻ ടെമ്പിള്. മധുര മീനാക്ഷി അമ്പലത്തിൻ്റെ മുൻഭാഗത്തായിട്ട് തന്നെ ആണ് ഈ ജെയിൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളെല്ലാം തന്നെ പണിയിലാണ്. ഉടൻ തന്നെ എന്തോ ഒരു ഉത്സവം ഉള്ളത് കൊണ്ട് അതിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ഭാഗങ്ങളിലായിട്ടാണ് ഇതിന് ഗോപുരം വരുന്നത്. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, അങ്ങനെ 4 ഭാഗങ്ങളിലാണ് ഇതിന് ഗോപുരങ്ങളുള്ളത്. നമ്മളതിൽ കയറുന്നതിന് മുമ്പായിട്ട് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മളുടെ മൊബൈലും ചെരുപ്പുകളുമൊക്കെ സൂക്ഷിക്കാൻ കൊടുക്കുന്നത്. മൊബൈൽ സൂക്ഷിക്കുന്നതിന് 10 രൂപയാണ്. നമ്മൾ മൊബൈലോ അങ്ങനെ കുടയോ ചാർജറോ അങ്ങനെ ഒന്നും അകത്തേക്ക് കടത്തി വിടത്തില്ല. നമ്മൾ മൊബൈലും നമ്മളുടെ സാധനങ്ങളെല്ലാം ബാഗ് കൊണ്ടുപോകാം. പക്ഷേ ബാഗിനകത്ത് അവർ പറയുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. കുട കൊണ്ടുപോകാം, പക്ഷേ അകത്തുകൊണ്ട് നിവർത്താൻ പാടില്ല. പിന്നെ ചാർജർ കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മൊബൈലിന് 10 രൂപയാണ്. നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോൾ അവർ നമുക്കൊരു ടോക്കൺ തരും, നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുള്ള ടോക്കൺ. അത് തിരിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ക്യാമറ തിരിച്ചു തരത്തുള്ളൂ. ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ അമ്പലത്തിന് ചുറ്റുപാടും നല്ല നല്ല ലോഡ്ജുകളും ഹോട്ടലുകളൊക്കെ ഉണ്ട്. നമ്മൾ ഓട്ടോറിക്ഷയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുമ്പോൾ അവർ നമ്മളെ പറ്റിക്കും. നമ്മൾ കൊണ്ടുപോയി എവിടെയെങ്കിലും അവർക്ക് കമ്മീഷൻ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ട് ചാടിക്കും. അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെ റൂം എടുക്കുവാണെങ്കിൽ നല്ല വൃത്തിയുള്ള റൂം കിട്ടും അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ. ഈ റൂമാണ് ഞാൻ എടുത്തത്. ഈ റൂമിന് ഒരു ദിവസത്തേക്ക് 1300 രൂപയാണ് എൻ്റെ നിന്ന് അവർ മേടിച്ചത്. ഇത് മധുര സിറ്റിയുടെ ഒരു കാഴ്ചയാണ്. ഇവിടെ പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, പല രീതിയിലുള്ള.
അതിലൊരു ക്ഷേത്രം കൂടിയാണ് ഈ കാണിക്കുന്നത്. ഇത് ടൗണിലുള്ള ക്ഷേത്രമാണ്. ഇവിടെ വരുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മധുര ടൗണിൽ വാഹനങ്ങൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് ഓടിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പോലെയുള്ള ഒരു ഇതല്ല. അവർക്ക് അവരുടെ വണ്ടി ഓടിച്ച് മുമ്പോട്ട് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ വരുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം റോഡ് ക്രോസ് ചെയ്യാനും റോഡിലൂടെ പോകുവാനായിട്ടും. ഇനിയും ധാരാളം സ്ഥലങ്ങൾ മധുരയിൽ പോകുവാനുണ്ട്. ഞാൻ ഇത്തരം സ്ഥലങ്ങളിൽ പോയി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ.